വാർത്തകൾ വിശദമായി. ബി.ജെ.പി. നേതാക്കൾക്കെതിരെ ഹവാല ഇടപാട് വെളിപ്പെടുത്തലുമായി കാരവൻ മാഗസിൻ. ആദായനികുതി വകുപ്പിന്റെ പക്കലുള്ള യെദിയൂരപ്പ ഡയറി കാരവൻ മാഗസിൻ പുറത്തുവിട്ടു. 1800 കോടി രൂപയോളം വിവിധ നേതാക്കൾക്ക് കൈമാറിയതായി സ്വന്തം കൈപ്പടയിൽ യെദിയൂരപ്പ കുറിച്ച ഡയറിയിലെ വിവരങ്ങളും പുറത്ത്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കൈപ്പറ്റിയത് 1000 കോടി. അതേസമയം ആരോപണം വ്യാജമെന്നും ഡയറിക്കുറിപ്പിലെ ഒപ്പ് തന്റേതല്ലെന്നും യെദിയൂരപ്പ. ബി.ജെ.പി. നേതൃത്വത്തെ വെട്ടിലാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2009 കർണാടകയിൽ ബി.ജെ.പിക്ക് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രിയാകാൻ മുതിർന്ന നേതാവ് ബി.എസ്. യെദ്യൂരപ്പ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിനും നേതാക്കൾക്കുമായി നൽകിയത് 1800 കോടിയിലേറെ രൂപ. ഓരോരുത്തർക്ക് നൽകിയ തുക ഡയറിയിൽ യെദ്യൂരപ്പ എഴുതിയിട്ടുണ്ട്. 1000 കോടി രൂപ കേന്ദ്ര കമ്മിറ്റിക്ക് നൽകി. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ ഗഡ്കരിക്ക് 150 കോടി രൂപ. ഇതിനു പുറമെ 10 കോടി രൂപ ഗഡ്കരിയുടെ മകന്റെ വിവാഹത്തിനായി നൽകി. അരുൺ ജെയ്റ്റ്ലിക്കും 150 കോടി നൽകിയപ്പോൾ 100 കോടി രൂപ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനും കൈമാറി. എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്കും 50 കോടി വീതവും കൊടുത്തിട്ടുണ്ട്. ജഡ്ജിമാർക്ക് 250 കോടിയും 50 കോടി അഭിഭാഷകർക്ക് നൽകിയിട്ടുണ്ടെന്നും സ്വന്തം കൈപ്പടയിൽ യെദ്യൂരപ്പ ഡയറിയിൽ എഴുതിയിരിക്കുന്നു. ഈ ഡയറി കുറിപ്പുകൾ കാരവാൻ മാഗസിൻ പുറത്തുവിട്ടു. 2017 മുതൽ ഡയറി ആദായ നികുതി വകുപ്പിന്റെ കൈവശമുണ്ട്. എന്നിട്ടും ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. പ്രധാനമന്ത്രി മറുപടി പറയണം. ലോക്പാൽ അന്വേഷിക്കേണ്ട കേസാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. കള്ളന്മാരുടെ കാവൽക്കാരനായി മോദി മാറിയെന്നും സുർജേവാല പരിഹസിച്ചു. This is a fit case to be investigated by the newly appointed Lokpal as the first test case. And it's not, the ball now lies in the court of the Prime Minister to prove कि चौकीदार चोर है या चौकीदार जांच को तैयार है. പുറത്തു വന്ന ഡയറി കുറിപ്പിലെ എല്ലാ പേജിലും യെദ്യൂരപ്പയുടെ ഒപ്പുണ്ട്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കാരവന്റെ വാർത്താ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു. എന്നാൽ ഡയറി കുറിപ്പുകളെല്ലാം വ്യാജമാണെന്ന് യെദ്യൂരപ്പ പ്രതികരിച്ചു. മല എലിയെ പ്രസവിച്ചതുപോലെ ആരോപണം വ്യാജമാണെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. And baseless allegations. Okay? The statement of the IT department confirms everything. You are not giving the original. You don't have the original. Your own leaders statement before the IT department do not confirm its authenticity. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി.ജെ.പിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഹവാല ഇടപാടിന്റെ തെളിവുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. യെദ്യൂരപ്പ ഡയറിയിൽ പറയുന്ന കോടികളുടെ കണക്കിനെ സംബന്ധിച്ച് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രകാശ് കാരാട്ട് ആവശ്യപ്പെട്ടു. This needs to be seriously investigated. If it is true that these diaries of Mr. Yedyurappa have been with the income tax department all this time, because Mr. Yedyurappa was raided earlier by the agencies, we know that. So if this diary exists and what is reported in the caravan, that 1800 crores were given by Mr. Yedyurappa to the party and to various leaders of the BJP, the top leaders of the BJP, this needs to be immediately investigated. Knowing that the Enforcement Directorate and the CBI today are completely under the thumb of the government, I think what would be necessary is a court-supervised investigation. I think it will be necessary to see that the Supreme Court or a concerned High Court will take up the responsibility of supervising such an investigation, because we cannot leave it to the CBI and the ED at the present stage, the way they have been completely undermined. കെ.പി.സി.സി. പ്രസിഡന്റിനെ വെല്ലുവിളിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ RSS SDPI വോട്ടുകൾ വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ടോ എന്ന് കോടിയേരി. കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ സമീപനമാണ് ബി.ജെ.പിക്ക് ഇത്രയധികം പേരെ സംഭാവന നൽകാൻ കാരണമായതെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 20 സീറ്റിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇതിൽ മലപ്പുറത്തെ മത്സരത്തിൽ തീ പാറുമെന്നും കോടിയേരി പറഞ്ഞു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇത്രയധികം ആളുകളെ BJPയിലേക്ക് എത്തിച്ചതെന്നും കോടിയേരി പറഞ്ഞു. കോലീബി സഖ്യമില്ലെന്ന് വെല്ലുവിളിക്കുന്ന KPCC പ്രസിഡന്റ് RSSന്റെയും SDPIയുടെയും അടക്കമുള്ള സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ എന്നും കോടിയേരി വെല്ലുവിളിച്ചു. ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ സാധാരണഗതിയിൽ
അഭിമന്യുവിനെ കൊന്ന SDPIക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ അഭിമന്യുവിനെ കൊന്ന SDPIയുമായിട്ടാണ് സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കി അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചാരവേല ചെയ്യുന്നത്. അഭിമന്യു അവസാനം എഴുതി വെച്ചത് വർഗീയത തുലയട്ടെ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം അഭിമന്യു ആ ചുമരിൽ എഴുതിയ മുദ്രാവാക്യമായിരിക്കും. വർഗീയത തുലയട്ടെ എന്നതായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത്. വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. പത്തനംതിട്ടയിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന BJP സ്ഥാനാർത്ഥിക്കായി നേതൃത്വം കാത്തിരിക്കുന്നത് സമുദായ നേതാവിന്റെ സമ്മതത്തിനായെന്നും അദ്ദേഹം പറഞ്ഞു. NSSും SNDPയും അടക്കമുള്ള എല്ലാ വിഭാഗത്തിന്റെ വോട്ടുകളും ഇടതുപക്ഷത്തിന് കിട്ടുമെന്നും കോടിയേരി പറഞ്ഞു. ബലാത്സംഗ കേസിൽ പ്രതികളായവരെ മത്സരിപ്പിക്കുന്ന കോൺഗ്രസ് ആണ് ഇന്ന് ബലാത്സംഗ കേസുകളെ കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചെന്നിത്തല സ്വയം ചികിത്സയ്ക്ക് വിധേയനാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. BJPയിലേക്ക് പോകുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഉളുപ്പുമില്ലെന്ന് പിണറായി വിജയൻ. കോൺഗ്രസ് എന്നത് നാണം കെട്ട കൂട്ടരായി മാറിയെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. ഇപ്പൊ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കുറെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇപ്പൊ BJP ഗവൺമെന്റാണ്. എങ്ങനെയാണത് വന്നത്? അവിടങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റ് നിലനിൽക്കുമ്പോൾ തന്നെ അവര് മന്ത്രിമാരടക്കം മാറി BJPയിൽ ചേർന്നു. എന്നിട്ട് കോൺഗ്രസിന്റെ മന്ത്രിസഭ അതേ ഘട്ടത്തിൽ തന്നെ മാറി BJP മന്ത്രിസഭയായി. വാർത്തകൾ തുടരും, ഇടവേളയ്ക്ക് ശേഷം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.